ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ റേഷൻ കട വരെ പോകുമായിരുന്നു. ഞങ്ങളെന്ന് വെച്ചാൽ പൊന്നുമില്ല, പൊന്നു സ്കൂളിൽ പോയി. ഞാനും അമ്മു എൻ്റെ വൈഫ്. അല്ല, അമ്മുവിനെ കാണുന്നില്ലല്ലേ? അമ്മു അതിൻ്റെ താഴെ കൂടെ പയ്യെ നടന്നു മന്ദൻ നടന്നു. അവക്ക് നടക്കാൻ ഭയങ്കര പൂതി, നടക്കാനൊട്ട് മടിയുമാണ്. എന്നാ ചെയ്യാനാ? റേഷൻ കട ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ. നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ, അതുകൊണ്ട് ഞങ്ങൾ നടന്നു പോകും. അല്ല, നടന്ന് മടുത്തു, അതുകൊണ്ട് അമ്മയുടെ ഒക്കത്ത് കയറി. ഇവിടുന്ന് ഒരു 10 മിനിറ്റ് ദൂരം, 15 മിനിറ്റ് ദൂരം, അത്രേ ഉള്ളൂ. വഴിക്ക് വെച്ചൊരു പൂ കിട്ടി, അതിൻ്റെ സന്തോഷത്തിൽ നടക്കാൻ തീരുമാനിച്ചു കക്ഷി. ഒരു പൂ ഉണ്ടായിരുന്നു, അമ്മയുടെ കയ്യിലോട്ട് കൊടുത്ത് ഇങ്ങനെ എത്തുമ്പോഴത്തേക്ക് റേഷൻ കാർഡ് അടച്ചു പോകും. വീണ്ടും തിരിച്ച് പൂ മേടിച്ച് നടക്കൂ. ഇങ്ങനെ നടന്നു പോയി കഴിഞ്ഞാൽ മിക്കവാറും റേഷൻ കാർഡ് അടയ്ക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. നടന്നു പോകുന്ന വഴിയാട്ടോ, വലിയ ദൂരമൊന്നുമില്ല, പക്ഷേ ചെറിയ ഇടവഴിയാണ്. മെയിൻ വഴി കൂടെ വേണമെങ്കിൽ പോകാം, നമുക്ക് പിന്നെ ഇത് എളുപ്പവഴി ആയതുകൊണ്ട് ഇതുവഴി അങ്ങ് പോകുന്നു. ഇങ്ങനെ നടന്നാൽ ഞങ്ങൾ എന്തായാലും റേഷൻ കടയിൽ ഉടനെ എങ്ങും എത്തുമെന്ന് തോന്നുന്നില്ല. കണ്ട പുല്ലും കാടും പൂവും ഒക്കെ പറിച്ചാണ് ആള് വരുന്നത്. ഇത് വന്ന വഴി ഒന്ന് തിരിച്ചു പോവാ. അമ്മുക്കുട്ടി വാ, ഹായ് പറഞ്ഞേ. ഹായ് 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 അമ്മുക്കുട്ടി, ഒരു ഹായ് പറഞ്ഞേ കണ്ണ. ഓ, അങ്ങ് പോവാ. നടത്താൻ കണ്ടു കഴിഞ്ഞാൽ പരിചയമുള്ള വഴിയെ കൂടെ നടക്കുന്നവരുണ്ട്. ഓ, ഞങ്ങൾ കുറച്ച് ദൂരം കൂടെ ഉണ്ട്. ഇവിടുന്ന് ഷോർട്ട് കട്ട് ഇറങ്ങി അങ്ങോട്ട് ചെന്നാൽ മെയിൻ റോഡായി. മെയിൻ റോഡ് മുറിച്ച് കിടന്ന് അപ്പുറത്തേന്ന് കുറച്ചുകൂടെ നടന്നാൽ റേഷൻ കടയായി. ഈ പോക്കിന് എനിക്ക് തോന്നുന്നു റേഷൻ കട അടയ്ക്കും എന്നാണ് തോന്നുന്നത് ഞങ്ങൾ പോയാൽ. എടാ ചുഞ്ചരിയേ, അമ്മയുടെ കണ്ണേ ഈ വീടല്ലേ? തന്നെന്നും പാടിയാ വരുന്നേ. പൂസാന്ന് തോന്നുന്നു. കണ്ണാപ്പി ആർക്ക് വേണം? മഞ്ച് ആർക്ക് വേണം? കണ്ണാ വണ്ടി വരുന്ന. അച്ഛ പെട്ടെന്ന് മാച്ചേ. അയ്യോ, അച്ഛ റേഷൻ കട അടച്ചു പോകും, പെട്ടെന്ന് പോണം. റേഷൻ കട തറയുന്നല്ല, ഈ ഷോർട്ട് കട്ട് ഇറങ്ങി അങ്ങോട്ട് തരുന്ന മഞ്ച് കടയുണ്ട്. മഞ്ച് മേടിക്കുന്ന കടയുണ്ട് ഞങ്ങള്. എനിക്ക് ചെരുപ്പ് മേടിക്കണമെന്നാ പറഞ്ഞേ. ഞങ്ങൾ മെയിൻ റോഡ് കഴിഞ്ഞ് ഞങ്ങൾ ഇടവഴിയിലോട്ട് എത്തി. ഇവിടെ നിശ്ചയം ഞങ്ങൾ ചെല്ലാനുള്ള ദൂരമേ ഉള്ളൂ. ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ റേഷൻ കടയിൽ അമ്മക്കുട്ടി വീണ്ടും തോളത്തോട്ട് കയറിയിട്ടുണ്ട്. വരുന്ന വഴിക്ക് ജസ്റ്റ് മുട്ട് കുത്തിയൊന്ന് വീണ്. മുറിഞ്ഞിട്ടൊന്നുമില്ല, ഭയങ്കര കരച്ചിലായിരുന്നു. കരച്ചിൽ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു വേദന കൊണ്ട് കരയാന്ന്. വേണപ്പോൾ ഒന്ന് എടുത്തായിരുന്നു, പക്ഷേ താഴെ നിർത്തിയപ്പോഴല്ലേ മനസ്സിലായത് നടത്തിക്കാൻ തന്നെ സങ്കടത്തിൽ കരഞ്ഞതാണ്. പക്ഷേ എത്ര റേഷൻ കട. അമ്മക്കുട്ടിക്കെല്ലാം പറയാനുണ്ട്. അമ്മക്കുട്ടി മോനും കൂടെ പറയണോ? ഹായ് കൊടുത്തോ. അമ്മക്കുട്ടിയുടെ ടാറ്റയെന്നാണ്. ഇനി റേഷൻ കടയിൽ ചെന്നിട്ട് ബാക്കി വിശേഷം. ഞങ്ങൾ റേഷൻ കടയിലെത്തി. തിരക്കൊന്നുമില്ല, അതുകൊണ്ട് ബാക്കി വിശേഷങ്ങൾ ചോറ് മേടിച്ചേ അരി മേടിച്ചിട്ട് പരസ്യമായിട്ട് വെള്ളം അടിക്കുന്ന റേഷൻ കടയിലെ ചേട്ടനെ കണ്ടോ? ആ കാണുന്നതാണ് ആർക്കൊക്കെ അമ്പലം. അതാണ് ഈ സൗണ്ട്. ചെണ്ടമേളമൊക്കെ കേൾക്കുന്നുണ്ട് നമ്മൾ. റേഷൻ കട വന്നതാ, പക്ഷേ അതിൻ്റെ അടുത്ത് പൂ പറിക്കുന്നുണ്ട്. അമ്മയും മുഴുവനും കളിക്കാൻ പോയി. കണ്ടോ? എന്താ ചെയ്യുക?
മേടിച്ച് കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് നോക്കാനുള്ളതിനേക്കാൾ കൂടുതൽ സാധനങ്ങളുള്ളതുകൊണ്ട് വീടെത്തി ഇന്നത്തെ ഇത് കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവർക്കും